മലമുകളിൽ കനത്ത മഴ പെയ്യുമ്പോൾ വൻതോതിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ആ വെള്ളക്കെട്ട് താങ്ങാൻ മലയടിവാരത്തെ മണ്ണിന് ഉറപ്പില്ലാതെ വരുമ്പോഴാണ് സാധാരണ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. മലഞ്ചെരുവിലെ ഭൂമിക്കടിയിലെ ജലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഉപരിതലത്തിലേക്ക് സമ്മർദ്ദം വർദ്ധിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ ജലം ശക്തിയായി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും. ഇതോടൊപ്പം പാറകളും വൻ വൃക്ഷങ്ങളും മറ്റും ഈ കുതിർന്ന മണ്ണിനോടൊപ്പം വലിയ തോതിൽ താഴേക്ക് പതിക്കുന്നു. 72 ഡിഗ്രിയിലധികം ചെരിവുള്ള പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലായി കാണുന്നത്. ഭൂമിയുടെ കിടപ്പ്, ചെരിവ്, പാറകളുടെ സ്വഭാവം, മണ്ണിന്റെ ഘടന, മരങ്ങളുടെ പ്രത്യേകത തുടങ്ങിയവ കണക്കിലെടുക്കാതെ മലഞ്ചെരുവുകളിൽ കൃഷി, മണ്ണ്, പാറ ഖനനം, റോഡ്, കെട്ടിട നിർമ്മാണം എന്നിവ ചെരിഞ്ഞ പ്രതലങ്ങളുടെ സന്തുലിതാവസ്ഥ തകർക്കുകയും വൻതോതിലുള്ള മണ്ണിടിച്ചിലിനും മണ്ണൊലിപ്പിനും കാരണമാവുകയും ചെയ്യുന്നു. സ്വാഭാവിക മരങ്ങളെ മുറിച്ചു മാറ്റുക, ഇടവിള ഉണ്ടാക്കുക, മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷികൾ ചെയ്യുക, ഫാമുകൾ നിർമ്മിക്കുക, കെട്ടിടം പണിയുക, അമിതഭാരം ഏൽപ്പിക്കുക, സ്ഫോടനങ്ങൾ, ഭാരമേറിയ വാഹനങ്ങളുടെ സഞ്ചാരം തുടങ്ങിയവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ഘടകങ്ങളാണ്. ദേശീയ ഭൗമശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിന്റെ 2010 പഠനപ്രകാരം കേരളത്തിന്റെ 14.4% മേഖലകളാണ് ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതെന്ന് വിലയിരുത്തിയത്. 5607 ചതുരശ്ര കിലോമീറ്ററാണ് അപകടകരമായ മേഖല. ഇതിൽ വയനാട്, നെടുമങ്ങാട്, മീനച്ചിൽ, കാഞ്ഞിരപ്പള്ളി, തൊടുപുഴ, ഉടുമ്പൻചോല, ചിറ്റൂർ, മണ്ണാർക്കാട്, നിലമ്പൂര്, ഏറനാട്, തളിപ്പറമ്പ് താലൂക്കുകളിലാണ് കൂടുതൽ സാധ്യത. പുറമെ 25 താലൂക്കുകളും സാധ്യതാ പട്ടികയിലുണ്ട്. കേരളത്തിൽ ഉരുൾപൊട്ടൽ വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളായി പറയുന്നത് മലമുകളിലും കുന്നുകളിലും നടക്കുന്ന ശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനവും മണ്ണിന്റെ ഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങളും മലമുകളിൽ നിന്ന് താഴേക്ക് വരുന്ന സ്വാഭാവികമായ നീർച്ചാലുകൾ തടസ്സപ്പെടുന്നതിലൂടെ വെള്ളം കെട്ടിനിന്ന് മണ്ണിലേക്ക് ഇറങ്ങി സ്വാഭാവിക ഘടനയിലുണ്ടാക്കുന്ന മാറ്റവും മഴയുടെ ഘടന മാറ്റം, ചെറിയ ഇടവേളയിൽ പെയ്യുന്ന അതിതീവ്ര മഴ, ഇത് കേരളത്തിന്റെ മലയോരങ്ങളെ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനുമുള്ള അതീവ സാധ്യതാ കേന്ദ്രങ്ങളായി മാറ്റുന്നു. തങ്ങളെല്ലാം സമാധാനമായി ജീവിക്കുന്ന തങ്ങളുടെ വീടിന്റെ അരികിൽ നിന്ന് ഒരുപാട് അകലെയുള്ള നീർച്ചാല് പോലെയുള്ള ഒരു പുഴ. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല ഇത്രയും വലിയൊരു ഉരുൾപൊട്ടൽ അവരുടെ വീടിനെയും അവരുടെ ജീവനെയും എടുക്കുമെന്ന്. വയനാട്ടിലെ മുണ്ടകൈ എന്ന സ്ഥലത്ത് നടന്ന ഉരുൾപൊട്ടൽ അതിദാരുണമാണ്.